പലരും എന്നെ സിനിമ പഠിപ്പിക്കാനൊക്കെ വരും എവറി ഡേയിൽ. നമ്മൾ ആ സിനിമ കണ്ടോ, ഈ സിനിമ കണ്ടോ, ഇയാളെ അറിയോ, ഇന്ന കാര്യം അറിയോ, അങ്ങനെ അതൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്നും കടക്കുന്നില്ല. ഞാൻ ഓൾറെഡി ഒരു അസംഷനിലായിരുന്നു, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇൻകം അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റേബിൾ ആയ ഒരു കരിയർ ബിൽഡ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു സ്ട്രഗിളിലേക്ക് പോവുക, ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ അസിസ്റ്റ് ചെയ്യുക, അതൊന്നും എനിക്ക് ചിന്തിക്കാനേ പോസിബിൾ ആയിരുന്നില്ല. കാരണം എനിക്കറിയായിരുന്നു എൻ്റെ ഫ്രണ്ട്സ്, both men and women who are working in industry severely underpaid, അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാനും വർഷങ്ങളായിട്ട് അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടും അവർ പ്രോപ്പർലി പേയ്മെൻറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു സ്ട്രഗിളാണ്. ഈവൻ ഇൻഡിപെൻഡൻറ്റ് സിനിമ ഇസ് ഈവൻ വേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ഞാനത് ഐ ഡിഡ്ന്റ് ഈവൻ ഡെയർ ടു അറ്റംപ്റ്റ് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോജക്റ്റ് പർട്ടിക്കുലർലി ഈ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് എന്നുള്ളൊരു പ്രഷറൊന്നും ഇല്ലാതെ ഒരു സിനിമ ചെയ്യാൻ പറ്റി. അപ്പോൾ റിട്ടേൺ ഇല്ല, ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈവൻ ഫെസ്റ്റിവലിൽ നിന്നുള്ള ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇപ്പം കുറേ സിനിമകൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുമല്ലോ, ഇത് ഫെസ്റ്റിവലിന് പോകണം, അവിടെ വിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇത് കൊമേഴ്ഷ്യൽ. ഇത് രണ്ട് എക്സ്ട്രീം. രണ്ടും ഈക്വലി ഡിഫിക്കൽട്ടാണ്, രണ്ടും ഈക്വലി ഫോർമുലായിക് ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത് ഇവിടെ പോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു, ഇതിവിടെ ഹിറ്റാവാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നു. രണ്ടും വലിയ വ്യത്യാസമൊന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല. രണ്ടിൻ്റെയും ഏകദേശം ഫ്ലേവർ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഒരു സാധനം ചെയ്യാൻ പറ്റുക വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ, അതൊരു വലിയ ലക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് പറ്റി. ഇനി അങ്ങോട്ട് പറ്റുമെന്നൊന്നും അറിയില്ല. ആസ് യു സെഡ്, നോ നോട്ട് റിയലി. ഇപ്പോൾ PhD ഫിനിഷ് ചെയ്യാന്നുള്ളതിലാണ്. പക്ഷേ ഡെഫിനറ്റ്ലി സ്ത്രീകൾക്ക് പല രീതിയിലുള്ള ചലഞ്ചസ് ഉണ്ട്. ആൻഡ് ബീങ് കോൾഡ് ആസ് എ വിമൻ ഫിലിം മേക്കർ ഈസ് എ കോംപ്ലിമെൻറ്റ്. ഐ തിങ്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത്രയൊക്കെ എടുത്ത് വന്നല്ലോ, അപ്പോൾ അതിനെ ഒരു അക്നോളജ് ചെയ്യലും കൂടിയാണത്. അതിനെ ഒരു നാണക്കേടായിട്ട് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അതൊരു അഭിമാനം തന്നെയാണ്. ഭയങ്കര ഒരു ഡിവൈഡ് ആയിട്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ലൈക്ക് നമ്മൾ വണ്ടി ഓടിക്കുന്നല്ലേ, ഓടിക്കുന്ന ഒരു പെണ്ണാട എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ നമ്മൾ എവറി ഡേ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പലരും എന്നെ സിനിമ പഠിപ്പിക്കാനൊക്കെ വരും എവറി ഡേയിൽ. നമ്മൾ ആ സിനിമ കണ്ടോ, ഈ സിനിമ കണ്ടോ, ഇയാളെ അറിയോ, ഇന്ന കാര്യം അറിയോ, അങ്ങനെ അതൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്നും കടക്കുന്നില്ല. നമുക്ക് അതെ, അതൊന്നും. One curious question I had while watching the entire movie was, when women make films, how do we portray men? എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഓഫ് ലേറ്റ് ഐ ഹാവ് ബീൻ, വെൻ ഐ ലുക്ക് അറ്റ് വിമൻ ഫിൽംസ് ഇൻ മലയാളം, ദിസ് ഇസ് എ കോൺസ്റ്റന്റ് ക്വസ്റ്റ്യൻ ദാറ്റ് കീപ്സ് കമ്മിങ് ടു മീ. ഹൗ ഡു യു ആക്ച്വലി പോർട്രേ മെൻ? വാട്ട് ഡു യു തിങ്ക്? ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു ആൻസർ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാനും അടുത്ത സിനിമ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഈ സിനിമയുടെ സ്കോപ്പിൽ ഐ ഹാഡ് ദിസ് ഐഡിയ. ആൻഡ് ഇതിനകത്തെ കോൺഫ്ലിക്റ്റ് മെയിനായിട്ട് ഈ റിലേഷൻഷിപ്പും ഫാമിലിയിലെ സ്ട്രഗിളും ആയിരുന്നു. ആൻഡ് ഇൻ എ സെൻസ് അതൊരു പാട്രിയാർക്കൽ ആയിട്ടുള്ള സാധനത്തിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. പക്ഷേ ഇതിലല്ലാത്തൊരു സെറ്റിങ്ങിൽ ഞാനൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ചേഞ്ചസ് ഫ്രം സ്ക്രിപ്റ്റ് ടു സ്ക്രിപ്റ്റ്. ആൻഡ് പാട്രിയാർക്കി ഈസ് നോട്ട് ജസ്റ്റ് മെൻ ഓൾസോ. ഇതിനകത്ത് ഒരുപാട് സ്ത്രീകളുടെ കഥാപാത്രങ്ങളും നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്നുണ്ട്, നമ്മുടെ സിനിമയിലും മെൻഷൻ ചെയ്തു പോകുന്നതും അങ്ങനെയൊക്കെ ആയിട്ട്. ബട്ട് ജനറലി ഐ തിങ്ക് ഒരു കുറച്ചുകൂടെ സെൻസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ആരെ നമ്മൾ പോർട്രേ ചെയ്താലും, ആണായാലും പെണ്ണായാലും, എനിക്ക് തോന്നുന്നത് ഇറ്റ് ഗോസ് ഈക്വലി. I think there's no special way of portraying men. I think it depends on the script and the scope of the project. Portraying human beings. Yes, എന്താണ്, ആരെയാണ്, ജെൻഡർ നോക്കാതെ നമ്മൾ അതിൻ്റെ സ്കോപ്പിൽ വരുന്ന പോലെ ചെയ്യാന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു.